നമസ്കാരം. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അസുഖങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആന്റിബയോട്ടിക്കുകളുടെ കണ്ടെത്തൽ. എന്നാൽ ഈ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്നതിന് മുമ്പ് മുറിവുകൾ ഉണ്ടാകുന്ന അണുബാധ മൂലവും പകർച്ചവ്യാധികൾ മൂലവും ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇതിന് പ്രതിവിധിയായി ശാസ്ത്രമേഖല മനുഷ്യന് നൽകിയ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം. എന്നാൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ സൂപ്പർ ബഗ് ക്രൈസിസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഒരു രോഗത്തിന് ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ വരുന്ന അവസ്ഥ. ഈ രോഗാണു ആന്റിബയോട്ടിക്കിനോട് നേടിയെടുത്തുന്ന പ്രതിരോധം. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഈ വരുംകാല വിപത്തിനെ WHO വിശേഷിപ്പിക്കുന്നത് ഇൻവിസിബിൾ പാൻഡമിക് അഥവാ അദൃശ്യ മഹാമാരി എന്നാണ്. ഇന്ന് ലഭ്യമായുള്ള ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് പോലും രോഗമുക്തി നേടാനാകാതെ പ്രതിവർഷം ലോകത്തിൽ 7 ലക്ഷത്തിലധികം ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ഇത് 1 കോടിയിലധികം കടന്നേക്കും എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. 1928 ഒരു പൂപ്പലിൽ നിന്നും പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് ആദ്യമായി കണ്ടെത്തുമ്പോൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇങ്ങനെ പറഞ്ഞിരുന്നു: വിവേകപൂർണമല്ലാത്ത ഉപയോഗം മൂലം ഈ ആന്റിബയോട്ടിക്കുകളോട് രോഗാണുക്കൾ പ്രതിരോധം നേടുമെന്നും ഇത് വലിയൊരു വിപത്തിലേക്ക് പോകുമെന്നും കാലം അത് തെളിയിച്ചു. ഇനി എന്താണ് ആന്റിബയോട്ടിക്കുകൾ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ രോഗം പടർത്തുന്നതിനായി കയറിയിട്ടുള്ള ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഫംഗസുകൾ തുടങ്ങിയ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതിന് തക്കം കഴിവുള്ള രാസജൈവ സംയുക്തങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ. എന്നാൽ ഈ രോഗാണുക്കൾ ഇത്തരം രാസജൈവ സംയുക്തങ്ങളോട് കാണിക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇത്തരത്തിൽ റെസിസ്റ്റൻസ് നേടിയിട്ടുള്ള രോഗാണുക്കളെയാണ് നമ്മൾ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. ഇത്തരം സൂപ്പർ ബഗുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമായ ചികിത്സ സാധ്യമല്ല. അതായത് മരണത്തിന് കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ ആകെ ഒരു ഓപ്ഷനായി ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ആന്റി ബാക്ടീരിയൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ആന്റിബയോട്ടിക്കുകൾ എന്നത് ജീവൻ രക്ഷാ മരുന്നുകളാണ്. ഇത്തരം മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിലും കൃത്യമായ ഇടവേളകളും കഴിക്കേണ്ടവയാണ്. നിങ്ങളുടെ രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് ഡോക്ടർ നിശ്ചിത കാലയളവിലേക്കായിരിക്കും ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുക. പ്രധാനമായും 3, 5, 7, 14 തുടങ്ങിയ ദിവസങ്ങളിലേക്കായിരിക്കും ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുക. ഈ കോഴ്സ് നിങ്ങൾ പൂർണ്ണമായും കഴിച്ചു തീർത്തു എന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, ജലദോഷപ്പനി തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഫലപ്രദമായിരിക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ വാങ്ങിക്കഴിക്കുന്നതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. അതേപോലെ കുട്ടികളിൽ വാക്സിനേഷൻസ് പ്രോപ്പറായിട്ട് എടുക്കാതിരിക്കുന്നതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ഒരു വലിയ കാരണമാണ്. ഒരാൾക്ക് നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നിങ്ങൾക്കും അതേ രീതിയിലുള്ള സിംറ്റംസ് കാണുമ്പോൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. വളർത്തുമൃഗങ്ങളിലും കൃഷിയിടങ്ങളിലും ആന്റിബയോട്ടിക്കുകൾ ഇന്ന് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഭാവി തലമുറയെ വലിയൊരു വിപത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അതിന് നമുക്ക് സാധിക്കാതെ വന്നാൽ 1928 മുമ്പുള്ള കാലഘട്ടത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. അതായത് ആന്റിബയോട്ടിക്കുകൾ ഇല്ലാത്തൊരു കാലത്തിലേക്ക്. താങ്ക് യു.